യുപിയിലെ ഹാഥ്രസിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം വർദ്ധിക്കുന്നു. സ്വയം പ്രഖ്യാപിത ആൾദൈവം ഭോലെ ബാബയുടെ സത്സംഗത്തിനിടെയായിരുന്നു അപകടം. അന്വേഷണം പ്രഖ്യാപിച്ച് ഉത്തർപ്രദേശ് സർക്കാർ. ഹത്രസ് ജില്ലയിലെ കാൺപൂർ കൊൽക്കത്ത ഹൈവേയിലെ മൈതാനിയിലാണ് നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. 60,000 ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന മൈതാനിയിൽ 2.5 ലക്ഷത്തോളം ആളുകൾ എത്തിയതായാണ് വിവരം. ഭോലെ ബാബയുടെ പ്രഭാഷണം അവസാനിച്ചതിന് ശേഷം കാൽപാദത്തിനടിയിലെ മണ്ണ് ശേഖരിക്കാൻ അനുയായികൾ തിരക്ക് കൂട്ടിയതാണ് അപകട കാരണം. തിരക്കിനിടയിൽ ആളുകൾ നിലത്ത് വീഴുകയും അവരുടെ മുകളിലൂടെ ആൾദൈവ ഭക്തർ കയറിയിറങ്ങിയതാണ് മരണസംഖ്യ വർദ്ധിച്ചത്. ചിലർ ഹൃദയാഘാതം മൂലവും ശ്വാസം കിട്ടാതെയുമാണ് മരിച്ചത്. പരിക്കേറ്റവരെ ട്രാക്ടറുകളിലും ട്രക്കുകളിലുമായാണ് ആശുപത്രിയിലെത്തിച്ചത്. ഇറ്റ മെഡിക്കൽ കോളേജിലാണ് മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. സ്ത്രീകളും കുട്ടികളുമാണ് മരിച്ചവരിലേറെയും. മരിച്ചവർക്ക് ഉത്തർപ്രദേശ് സർക്കാരും കേന്ദ്ര സർക്കാരും 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിപാടിയുടെ മുഖ്യ സംഘാടകനായ ദേവപ്രകാശ് മധുക്കറിനെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. ഭോലെ ബാബയ്ക്കായി അന്വേഷണം തുടരുകയാണ്. അതേസമയം സംഭവത്തിൽ സുപ്രീം കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണം ആവശ്യപ്പെട്ട അഭിഭാഷകനായ വിശാൽ തിവാരി സുപ്രീം കോടതിയെ സമീപിച്ചു. അപകടത്തെ തുടർന്ന് സർക്കാരിനെതിരെ വിമർശനവുമായി സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും രംഗത്തു വന്നു. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.